ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാള് മിക്കവാറും കംപ്ലൈന്റ് പറയാറുണ്ടാവും അല്ലെ? അതായത് എന്നെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോ ഓപ്പോസിറ്റ് ഉള്ള ആള് പലപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് നിനക്ക് അങ്ങനെ പറയാൻ സാധിക്കുക? ഞാൻ എപ്പോഴാണ് നിന്നെ മനസ്സിലാക്കാതിരുന്നത്? ഞാൻ നിനക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടില്ലേ, അല്ലെങ്കിൽ പൈസ ചെലവാക്കിയിട്ടില്ലേ എന്നൊക്കെ. അപ്പം എന്തൊക്കെയാണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു മേജർ റീസൺ എന്താന്ന് വെച്ചാല് നമ്മുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് അറിഞ്ഞു പെരുമാറാൻ പറ്റാത്തതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളുടെ പാർട്ട്ണറിനെ എന്തൊക്കെയാണ് സന്തോഷിപ്പിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം മിക്കവാറും അല്ലെ? അതായത് എന്റെ ഇഷ്ടങ്ങളായിരിക്കണം എന്നില്ല എന്റെ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത്. മേ ബി ഇപ്പൊ ഒരാൾക്ക് ഫിസിക്കൽ ടച്ചോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതോ ഒക്കെയാണ്, സ്വീകരിക്കുന്നതോ ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ചിലപ്പം കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നതോ ഒക്കെ ആവാം. ഒരുപാട് ലവ് ലാംഗ്വേജസ് ഉണ്ട്. എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അത് അറിഞ്ഞു പെരുമാറുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ ലവ് ലാംഗ്വേജസ് അറിഞ്ഞു പെരുമാറിയാൽ കുറച്ചും കൂടി റിലേഷൻഷിപ്സ് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും.